ഹലോ, ഇന്ന് വളരെ അർജൻറ്റായിട്ടൊരു കാര്യം സംസാരിക്കാനാണ് വന്നേക്കണത്. കുറച്ച് വൈകിയെന്നറിയാം, എന്നാലും നമുക്കൊന്ന് വേഗം പറഞ്ഞു തീർക്കാം. ഓക്കെ. ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഗൾഫിൽ UAE ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കുള്ള പീക്ക് ടൈമാണ് ഇപ്പോൾ. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. നമുക്ക് ഈ മാസങ്ങളിൽ നമുക്കറിയാം ഒരുപാട് കുട്ടികളുടെ ഫ്രഷേഴ്സിൻ്റെ ആണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. കുറച്ച് ആൾക്കാർ ഇതേപോലെ ഫൈനൽ ഇയേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഓൾറെഡി എക്സാം കഴിഞ്ഞ ആൾക്കാർ ഇതേപോലെ ജോലി കിട്ടാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. പിന്നെ നമ്മൾ കരിയർ ഒന്നും കൂടെ നമുക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്കെല്ലാവർക്കും പറ്റിയ പീക്ക് ടൈമാണ് ഇപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം. കാരണം അവിടേക്ക് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഏപ്രിലാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ UAE ജനുവരിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ അവിടുത്തെ ഇപ്പോൾ അക്കൗണ്ടന്റുമാരുടെ ആ ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റിലാണ് ഞാൻ പറയുക. അക്കൗണ്ടിങ് ഓപ്ഷനാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ അക്കൗണ്ടന്റ് എടുത്താൽ ആ ഫുൾ ഫിനാൻഷ്യൽ ഇയറിലത്തെ കാര്യങ്ങളായ അക്കൗണ്ടന്റിന് അറിയാൻ പറ്റും. ഒരുപാട് എളുപ്പമാണ് അങ്ങനത്തെ വർക്ക് അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരാൾ വരുമ്പോൾ ഫുള്ള് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പം അതിനേലും എത്രയോ എളുപ്പമാണ് സ്റ്റാർട്ടിങ് തന്നെ ഒരാളെ ഏൽപ്പിച്ച് കണ്ടിട്ട് അയാൾ എല്ലാ കാര്യവും ഹാൻഡിൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ജനുവരി ടു മാർച്ചാണ് അവിടുത്തെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ. കാരണം പുതിയ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നതും മൊത്തം ഒരു ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് അവിടെ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ആക്റ്റീവായിട്ട് കൂടുതൽ ജോബ് ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയമാണ് ഇത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് അവിടെ UAE ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ എത്രയും വേഗം വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് റെഡിയായി അവിടെ ഉണ്ടായിരിക്കുക. പിന്നെ അടുത്തൊരു ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അപ്പോയിൻമെന്റ് ചില സീറ്റ് വേക്കൻസികളൊന്നും ഫില്ലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം വേക്കൻസികൾ മാത്രമാണ് ഈ സമയങ്ങളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞാൽ. കാരണം അത് എന്ന് പറഞ്ഞാൽ വേക്കൻസി ഫില്ലിംഗ് ആണ്. അപ്പോൾ ഒരുപാട് പോസ്റ്റൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ പീക്ക് ടൈമിൽ നമ്മൾ അവിടെ ചെല്ലുക, ജസ്റ്റ് ആ ടൈമിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് നോക്കാം, അത്രയുള്ളൂ. പക്ഷേ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ജനുവരി ടു മാർച്ചാണ്. അത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. ഇതിപ്പോൾ ഒരു ചെറിയ ടൈമാണ് അല്ലേ, 2 മാസം എന്ന് പറഞ്ഞാൽ അത് തന്നെ നമുക്ക് വേക്കൻസി കുറവായിരിക്കും. അപ്പോൾ ഇഫക്റ്റീവ് ടൈം വളരെ കുറവായിരിക്കും. പിന്നെ അടുത്തത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ്. അത് നെക്സ്റ്റ് സീസണാണ്. അപ്പം നമ്മളെ വേനലവധി, അവിടുത്തെ വേനലവധി കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് കൂടുതൽ റീഫ്രഷിങ് ആ ടൈമാണ് സെപ്റ്റംബർ ടു നവംബർ എന്ന് പറഞ്ഞാൽ. അപ്പോഴും ഒരുപാട് വേക്കൻസികളുടെ ഫില്ലിങ് നടക്കും. കാരണം ഇയർ എൻഡിങ് ആണ് വരുന്നത്. അപ്പം ഇയർ എൻഡിങ്ങിന് മുമ്പിൽ പ്രൊജക്റ്റുകളൊക്കെ തീർക്കേണ്ടി വരും. ആ പ്രൊജക്റ്റുകൾ തീർക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയുള്ള സ്റ്റാഫിനെ ഒക്കെ അവർ റിക്രൂട്ട് ചെയ്യണത് ഈ സെപ്റ്റംബർ ടു നവംബർ സമയങ്ങളിലാണ്. അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ആ സമയത്തും നമ്മളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് മെയിനായിട്ട് ജോബ് പ്രൊമോഷന് വേണ്ടിയിട്ടാണെങ്കിലും ബെറ്റർ ടൈം ഈ സെപ്റ്റംബർ ടു നവംബർ ആണ്. പിന്നെ ചില മാസങ്ങളിൽ നമ്മൾ അങ്ങനെ അധികം ഇൻ്റർവ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ പോണ സമയത്ത് നമുക്കറിയാതെ വെറുതെ അവിടെ പോയിട്ട് ജോലി അന്വേഷിക്കുന്നതിന് നല്ലൊരു സമയം നോക്കി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ജോലിക്ക് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പാണ്. അപ്പോൾ ആ ഒരു സീസൺ നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ എന്ന് പറഞ്ഞാൽ അവിടെ വളരെ കുറവ് ഹയറിങ് നടക്കുന്ന സമയമാണ്. കാരണം ഒരുപാട് നല്ല ടെമ്പറേച്ചറാണ് അവിടെ. അപ്പോൾ മാക്സിമം ആരും പുറത്തേക്ക് ഇറങ്ങില്ല, സീനിയർ സ്റ്റാഫ് ഒന്നും അവിടെ ഉണ്ടാവണമെന്നില്ല. കൂടാതെ ഒരുപാട് ലീവുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല റംസാൻ മാസങ്ങൾ, ഈ മാസങ്ങളിലും അങ്ങനെ വ്യത്യാസം അധികം അപ്പോയിൻമെൻ്റ് ഒന്നും നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം ആ മാസങ്ങളിൽ നമുക്ക് അത്രയും വർക്കിംഗ് ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മേജർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്കായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹയറിംഗ് എന്ന് പറഞ്ഞൊരു ലോങ് പ്രോസസ്സാണ്.
ഡെപ്തിലേക്ക് വർക്ക് ചെയ്ത് എടുക്കേണ്ട ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം അവരെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും കോർ ഫങ്ഷനാണ് അവിടെ നല്ലൊരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. ആ റിക്രൂട്ട്മെന്റ് നല്ല സമയത്ത് തന്നെ അവർ ചെയ്യാറുള്ളൂ. അപ്പം നമ്മളും അവിടെ ഉണ്ടാവേണ്ടത് ആ സമയങ്ങളിലാണ്. പിന്നെ നമ്മൾ ഏറ്റവും വേക്കൻസികൾ എവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ആ സമയത്ത് കൂടുതൽ ഉണ്ടാവണമെന്ന് നമ്മൾ നോക്കാം. ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് അല്ലേ, സ്വാഭാവികമായിട്ടും ഏതൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ സർവൈവൽ അക്കൗണ്ടിങ്ങിലാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ജോലിക്ക് പോകുന്ന ആൾക്കാർ ടാലി, GST, നമ്മളിവിടെ GST, അവിടെ വാറ്റ് ഫയലിംഗ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുക. വാറ്റ് ഫയലിംഗ് എല്ലാം പഠിച്ചു പോവുക. പിന്നെ IT ആൻഡ് ടെക്നോളജി, അവിടെയും അല്ലേ അവർക്കാണെങ്കിലും നല്ല സ്കോപ്പാണ്. ബിസിനസ് ഇതെല്ലാം ഇന്നിപ്പോൾ എല്ലാം ടെക്നോളജി മേലാണ് റൺ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ബൂമാണ് ഇപ്പോൾ അല്ലേ. AI അതിൻ്റെ പീക്ക് ടൈമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഗവേൺ ചെയ്യാൻ പോണത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം വേക്കൻസികളും അവർക്കും നല്ല സ്കോപ്പുള്ള സമയമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റാലിറ്റി, എന്തൊക്കെ പറഞ്ഞാലും അവിടെ മനുഷ്യൻ്റെ സപ്പോർട്ട് എല്ലാവരും വേണം. അപ്പോൾ അവർക്കും നല്ല സ്കോപ്പുള്ള ടൈം തന്നെയാണ്. ഓഫ് കോഴ്സ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ബിസിനസ് റൺ ചെയ്യുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ അതാണ് അതിനെ സപ്പോർട്ട് ചെയ്യണത്. നമ്മൾ എത്ര എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാലും അവിടുത്തെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണ് ഒരു ബിസിനസ് സർവൈവ് ചെയ്യണത്. അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഹൈ പെയ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ എത്രയും വേഗം നമ്മൾ നല്ലൊരു CV റെഡിയാക്കി പോകുക. പീക്ക് ടൈമാണ് ഉള്ളത്. ഓക്കെ.